ഒരു പോത്ത് തീർത്ത് ഒരാളെന്നെ അർത്ഥമുള്ളൊന്നുമില്ല. ഒരാട് ഒരാൾക്കേ പറ്റുള്ളൂ. ഒരാടിൽ രണ്ടാൾ ഷെയറാൻ പാടില്ല. ഒരാടിൽ രണ്ടാൾ ഷെയറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രണ്ടാൾ വാങ്ങിയിട്ട് അങ്ങ് അറുത്താൻ പറ്റൂല എന്ന് മനസ്സിലായി. ശരിക്കും ചിന്തിച്ചോളെ. ഒരാട് ഒരാൾക്കേ അറുത്തൂടൂ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. രണ്ടാൾ ഷെയറായിട്ട് അങ്ങാടി പോയിട്ട് രണ്ടാടിങ് വാങ്ങിയിട്ട് നമ്മൾക്ക് രണ്ടാക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങ് അറുത്താൽ രണ്ടാൾക്ക് പൊതുഹത്തില്ല എന്ന് മനസ്സിലായി. കാരണം എന്താ, രണ്ടിലും രണ്ടാൾക്ക് ഷെയറുണ്ട്. ഇതും പകുതി ഇതും പകുതി ആയി പോയിട്ടുണ്ട്. അപ്പോൾ എന്തെന്നെ ചെയ്യണോ? ഒരാൾ ഒന്നെന്നെ വാങ്ങണം, മറ്റൊരാൾ മറ്റൊന്ന് തന്നെ വാങ്ങണം. ഇത് നാട്ടിൻ പുറങ്ങളിലെല്ലാം പറ്റുന്നൊരു പ്രശ്നമാണ്. ചിലപ്പോഴൊക്കെ ഒരു 14 ആളെയും കൂറായി, നല്ല വാനായിട്ട് പോയി, അല്ല ഒരു മഹലിൽ 21 ആളെയും കൂറായി, പൈസ എല്ലാം സംഘടിപ്പിച്ച് വാനായിട്ട് പോയി ഒരു 3 കുട്ടനെയും വാങ്ങി, അല്ലെങ്കിൽ 3 പോത്തിനെയും വാങ്ങി, എല്ലാവരുടെ പൈസക്കും കൂടി 3 എണ്ണെയും വാങ്ങി. അത് ചിന്തിക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ എല്ലാ പോത്തിലും എല്ലാവരും കൂറ. ഓരോ പോത്തിലും 21 ആളുണ്ട്. 21 ആൾ കൂടി ഒരു പോത്ത് നടത്താൻ മതിയാവോ? മതിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പോകുമ്പം തന്നെ നമ്മൾ മൂന്നാളൊന്നും വാങ്ങാം എന്നിട്ട് ആക്കണം. അല്ലെങ്കിൽ വന്നതിൻ്റെ ശേഷം ഈ 3 ആൾക്ക് ഡിവൈഡ് ചെയ്യണം. അത് തടി കുറഞ്ഞതും കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ റെഡിയാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം. അല്ലാതെ ഇങ്ങനെല്ലാം ജഹിലുള്ള നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും പൈസ എടുക്കുക, എന്നിട്ട് ഒരു 4-5 പോത്തിനെയും വാങ്ങുക, എന്നിട്ട് മൂസ അമ്മദ് പോക്കർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉദയത്ത് എന്നിട്ട് കറക്കുക. ആർക്കും ഉദയത്തില്ല. കാരണം 35 ഒന്നായിരിക്കും ഒരു പോത്തിൽ ഒരാൾക്കുണ്ടാവുക. എല്ലാ പോത്തിലും ഉണ്ടാവുകയും ചെയ്യും. അവിടെ കാര്യമില്ല. 7 ആൾക്ക് ഒന്ന് തന്നെ ആവേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അപ്പം ആടിലാണെങ്കിൽ 1 ഒരാൾക്കേ മതിയാവുകയുള്ളൂ. പോത്തിലാണെങ്കിൽ 7ഓളം ആകാം. 7ഓളം ആകാം എന്ന് പറഞ്ഞാൽ തന്നെ ആകണമെന്നൊന്നുമില്ല. അവിടെയും ചെറിയൊരു ചിലർക്കൊരു ഇഷ്കാലുണ്ട്. എന്താണത്? 7-1 ഗുണിതം വെച്ചേ ഷെയറാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ 7 ആളില്ല, 6 ആളേ ഉള്ളൂ. അപ്പോൾ 70,000 ഒരു പോത്താണ്. അപ്പോൾ 6 ആളുകൾ 60,000 ആക്കി. ഇനി 1 ബാക്കിയുണ്ട്. അത് ഈ കൂട്ടത്തിൽ ഏതോ ഒരു അമ്മതോ പോക്കറോ എടുക്കണോ? അല്ലാതെ 2 ആളെടുത്താൽ പിന്നെ 7-1 ഷെയറായിപ്പോയില്ല. 7-1 ഏറ്റവും ചുരുങ്ങിയത് എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ട്. ആ ധാരണ തെറ്റാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? 7 വരെ മാത്രമേ ഷെയറാവാവൂ എന്നാണ്. 7 ആളുണ്ടായിരിക്കണം എന്നല്ല. അപ്പോൾ അതിൻ്റെ ഉടനെ തന്നെ ഫുഖഹാവ് പറഞ്ഞത് കാണാം. അപ്പോൾ 8 ആൾ കൂടി അർത്ഥം മതിയാവില്ല, 6 ആൾ അർത്ഥം മതിയാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. 7 വരെ ഒരു പോത്തിൽ പോകാം എന്ന് പറഞ്ഞാൽ 7-1 ഗുണിതങ്ങൾ തന്നെ ആകണം എന്ന് മനസ്സിലാക്കിയത് തെറ്റാണ്. 6-1 അപ്പോൾ 6 ആൾ കൂടിയിട്ട് ഒരു പോത്തിൻ്റെ 70,000 ഷെയറായാൽ എങ്ങനെ ഉണ്ടാവും? ഒരാളുടെ പോത്ത് എത്രയാണ്? 6-1 പോത്താണ്. 7-1 അറക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ പറയുന്നത് അപ്പോൾ 8-1 മതിയാവില്ല എന്നാ. അപ്പോൾ 6-1 5-1 മതിയാവുമല്ലോ. ഇപ്പോൾ 2 ആൾ കൂടി അർത്താലോ മതി. ഒരാൾ 7-1 വളരെ വലുത് ഒന്നല്ലേ 2-1 എന്ന് പറഞ്ഞാൽ അത് മതി. അപ്പോൾ ഒരു പോത്തിന് 3 ആൾക്ക് അറക്കാം, 4 ആൾക്ക് അറക്കാം, 5 ആൾക്ക് അറക്കാം, ഒക്കെ അറക്കാം. ഇത് നിങ്ങൾക്ക് പിഷ്കാലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ വല്ലാണ്ട് ചിന്തിച്ചിട്ടില്ല. ഇത് വലിയ ചർവണം ചെയ്ത കേസാണിത്. അങ്ങനെ 2ാം കൊല്ലം മുശാവറയിൽ നമ്മൾ ഫൈനലാക്കിയതാണ്. ചർച്ച ചെയ്ത് ഈ വാർത്തയെല്ലാം കൊണ്ട് ഈ പ്രശ്നമെല്ലാം തീരുമാനിച്ചെടുത്തതായത്. ചിലർക്കൊരു ഇഷ്കാലുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ 1 അല്ലാണ്ടായി പോകും. മനസ്സിലായല്ലോ? ഈ 6 ആൾക്ക് 6-1 ഉദയത്ത് കിട്ടിയിട്ടുണ്ട്. ആ 7-ആമനാകുന്ന 7-1 6 ആൾ അർത്താൽ അല്ലെങ്കിൽ 5 ആൾ അർത്താൽ 2 ബാക്കി 2 അതിപ്പോൾ കേവലം ഇറച്ചീൻ്റെ കൂലിയേ കിട്ടുള്ളൂ. കേവലം ഇറച്ചിയേക്കാൾ വലിയ പുണ്യമാണ് ഉദയത്തിൻ്റെ കൂലി. അത് എല്ലാ കിതാബിലുണ്ടല്ലോ. ഉലഹിയത്തറക്കാൻ തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ 2 പോത്ത് വെട്ടിക്കൊടുക്കുന്നതിനെക്കാട്ടും കൂലിയാണ് ഒരു ഉലഹിയത്തറക്കുമ്പോൾ ഉണ്ടത്. അള്ളാഹു അങ്ങനെ കണക്കാക്കുകയാണ്. ലൈലത്തുൽ ഖദറിന് ഭയങ്കര പുണ്യം എന്ന് പറഞ്ഞാൽ അന്ന് നിക്കരിച്ച ലൂറുക്കാരോ അല്ല അന്ന് നിക്കരിച്ച ഷായെല്ലാം 4 റക്അത്തന്നല്ലേ അള്ളാഹ് കൂലി കണക്കാക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂലി അങ്ങനെ കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉലഹിയത്തിൻ്റെ പുണ്യം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഷർത്തും ഫർളെല്ലാം പാലിച്ച് ആ സമയബന്ധിതമായിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുള്ളൂ.